ഹലോ 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 ശ്രീജിത്ത് സാറല്ലേ? അതെല്ലോ. ഒന്നാളൊരു ടൈം മിസ്സിംഗ് കേസിന് ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു വീട്ടിൽ നിന്ന്. ആരെ? പെരുമ്പഴേന്ന് ഒരാളെ വന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ കിടന്ന് വിളിച്ചോണ്ട് വന്നായിരുന്നു, ഒരു പാർവതി എന്ന് പറയുന്ന ഒരുത്തിക്ക് വേണ്ടി. പാർവതി ഓർമ്മയില്ലേ? പെരുമ്പഴ കുരിശടി എടുത്ത് 2 പിള്ളേർ മിസ്സിംഗ് കേസിന്. ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്താ പറ്റിയെന്ന് അന്ന് സാർമാരത്തെ എല്ലായിടത്തും ഞാൻ പറഞ്ഞില്ലേ, എന്റെ പപ്പാക്ക് വയ്യാത്തേന്ന്. ആണോ? അന്ന് സാറ് അവിടെ ഇട്ട് ഇടിച്ചെന്ന് അന്ന് അവിടെ വെച്ച് പപ്പ പറഞ്ഞായിരുന്നു. സാറാ ഇടിച്ചെന്നും പറഞ്ഞ്. ഇപ്പൊ എന്റെ പപ്പ പോയി. ഞാൻ എന്ത് കാര്യം പറയുന്നത്? തെളിവുണ്ട് സാറേ. അങ്ങനെ ആശുപത്രി പോയപ്പോ ഇത് ആരെ ഇടിച്ചെന്ന് വെച്ച് നട്ടല് മൊത്തം പഴുത്തിപ്പോ സീരിയസ് ആയിട്ട് കിടന്ന് ഇപ്പൊ പോയി. അന്ന് സാറിന്റെ അടുത്ത് 100 വട്ടം ഞാൻ പറഞ്ഞതാ വയ്യാത്ത ആളാ പോയി. ഞങ്ങൾക്കാണ് ഇപ്പൊ ഇല്ലാതെ വന്നത്. സാറിനിപ്പോ ഓർമ്മ കാണത്തില്ല. അവക്ക് അന്ന് ഞാൻ പറഞ്ഞ രാത്രി ഞാൻ ഗുളിക കഴിച്ചിട്ട് കൊല്ലം കുണ്ട്രയില് കഴിഞ്ഞ ജൂൺ 16-ാം തീയതി പോലീസ് പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതിന് ശേഷം ആശുപത്രിയിലായി ചികിത്സയിലിരിക്കെ മരണപ്പെട്ട സിയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ മകളുടെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത്. അതായത് അയൽവാസിയായ ഒരു 13-കാരനെ കാണാനില്ല എന്നൊരു പരാതിയുടെ പേരിൽ രാത്രി വീട്ടിലെത്തിയ സിയാദിനെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വീട്ടിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയും എൻ്റെ അപ്പയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ അച്ഛന് ഇതിൽ യാതൊരുവിധ പങ്കുമില്ല എന്ന് കരഞ്ഞ് കേണപേക്ഷിച്ച മകളുടെ മുന്നിൽ വെച്ച് പോലും പോലീസ് സിയാദിനെ ക്രൂരമായി മർദ്ദിച്ചു. പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ 16-ാം തീയതി ജൂൺ 16-ാം തീയതി പിടിച്ചുകൊണ്ടുപോയ സിയാദിനെ ജൂൺ 17-ാം തീയതി രാവിലെ കാണാതായി എന്ന് പറയുന്ന 13 വയസ്സുകാരൻ വീട്ടിൽ തിരിച്ചെത്തി എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് വിട്ടയക്കുന്നത്. സിയാദിന്റെ പേരിൽ കേസില്ല, ഒരു പരാതി മാത്രമാണുള്ളത്. സിയാദിന് ഈ സംഭവത്തിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളത് വീട്ടുകാർ ആ സമയത്ത് മുഴുവൻ കരഞ്ഞുകൊണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ അടുത്ത് പറയുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ചെവിക്കൊണ്ടില്ല. ഇപ്പോൾ ആടുന്ന് ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ആരാണ് നിങ്ങൾ ഇങ്ങനെ മർദ്ദിച്ചത് എന്ന് സിയാദിനോട് ചോദിക്കുകയും സിയാദ് പോലീസ് ഉദ്യോഗസ്ഥരാണ് മർദ്ദിച്ചത് എന്ന് പരാതി പറയുകയും ചെയ്തിരുന്നു. മെഡിക്കൽ ലീഗൽ കേസ് അതിനകത്ത് കിടപ്പുണ്ട്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥരുടെ അവരുടെ അധികാരം ഉപയോഗിച്ചിട്ട് അതിൽ കേസെടുക്കാനോ തുടർ നടപടികൾക്കോ ഒന്നും പോയില്ല എന്നുള്ളതാണ് അവസ്ഥ. പക്ഷെ കഴിഞ്ഞ ദിവസം ആ ചെറുപ്പക്കാരൻ മരിച്ചു. എങ്ങനെ മരിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന്റെ ആക്രമണത്തിൽ വാരിയലിലൊടിഞ്ഞ് ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും അതിനകത്ത് പരിക്ക് പറ്റുകയും ചെയ്ത് അതിനെ തുടർന്നുണ്ടായ ഇൻഫെക്ഷനോട് കൂടിയാണ് സിയാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ വരുന്ന വിവരങ്ങൾ. എങ്ങനെയായാലും ഒരു കുടുംബത്തിന്റെ അത്താണിയായ ഒരാളെ ഒരു പങ്കുമില്ലാത്ത ഒരു കേസ് തലയിൽ കെട്ടിവെക്കുന്നതിന്റെ ഭാഗമായിട്ട് പിടിച്ചുകൊണ്ടുപോയതിനു ശേഷം അടിച്ച് നട്ടലിന് പഴുപ്പ് വരികയും വാരിയലിൽ ഇടിച്ചു പൊടിച്ച് അത് തുളച്ച് കയറിയിട്ട് അതിനകത്ത് പഴുപ്പുണ്ടാവുകയും ചെയ്തതിനെ തുടർന്നുണ്ടായ ചികിത്സയ്ക്കിടെ മരണപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി ഉണ്ടാകണം. ഇല്ലെങ്കിൽ അധികാരമുണ്ട്, അധികാരത്തിന്റെ കുപ്പായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏതാനും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എല്ലാവരും അല്ല, ഏതാനും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചില ആളുകൾക്ക് വേണ്ടി അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇത്തരത്തിൽ നിരപരാധികളായ ആളുകളെ പിടിച്ചുകൊണ്ടുപോയി ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നാടിന്റെ പോക്ക് വല്ലാത്തൊരു പോക്കായി മാറും. അതുകൊണ്ട് സിയാദിനെ പോലുള്ള ആളുകളുടെ മരണം അത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പാടില്ലാത്തതാണ്. അതിൽ കുറ്റക്കാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകണം. അവർ ആരാണോ സിയാദിനെ, അപ്പം സിയാദിന്റെ മകളെ പോലീസ് ഉദ്യോഗസ്ഥനോട് വിളിച്ച് സംസാരിക്കുമ്പോൾ അയാൾക്ക് അറിയേയില്ല എന്ത് സംഭവം എനിക്ക് ഓർമ്മയില്ല, അയാൾക്ക് കൃത്യമായിട്ട് അറിയാം, അഭിനയിക്കുകയാണ് അയാൾക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ ആ ചെറുപ്പക്കാരന്റെ ജീവിതം ഇല്ലാണ്ടാക്കി, ആ കുടുംബത്തിന്റെ അത്താണി ഇല്ലാണ്ടാക്കി, ആ കുട്ടിക്ക് അച്ഛനില്ലാണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത. അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു പോകുന്ന മക്കളുടെ വളർച്ച, അവർ വളർന്നു വരുന്നത് ഏത് രീതിയിലാകും? നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങളാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരിലെ ചില ആളുകൾ അവരുടെ കൈത്തരിപ്പ് തീർക്കാനും അവരുടെ അധികാരമുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ അധികാരത്തിന്റെ കുപ്പായം സ്വന്തം ശരീരത്തിലേക്ക് കയറുമ്പോൾ ഭ്രാന്തി പിടിച്ചതുപോലെ ചില ആളുകൾ പെരുമാറുന്നതുകൊണ്ടാണ് ഇങ്ങനെ അച്ഛനില്ലാതെ മക്കളുണ്ടാകുന്നതും ഈ പിന്നീട് അവർക്കൊരു കൈത്താങ്ങില്ലാതെ ഒരു കുടുംബനാഥനില്ലാതെയൊക്കെ ആയി പോകുന്നതൊക്കെ. അതുകൊണ്ട് ഇനി മേലാൽ ഇത്തരത്തിൽ ഒരു പെരുമാറ്റം പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവരുത്. അധികാരികൾ കൃത്യമായിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം. ഈ കുടുംബത്തിന് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടണം. അവർക്ക് മറ്റു പല കേസുകളിലും ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ കുട്ടിയുടെ അമ്മയ്ക്ക്, ഈ മരിച്ചുപോയ സിയാദിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകാൻ സർക്കാർ തയ്യാറാകണം എന്നുകൂടിയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്.